കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാനും നിങ്ങളും എല്ലാവരും ഒരേപോലെ കുറ്റപ്പെടുത്തിയ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഈ ചട്ടിയിൽ കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാലേ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ മുട്ടമത്തി കുഞ്ഞു മത്തികളായിരുന്നല്ലോ. മേടിച്ചോണ്ട് വന്നാൽ തന്നെ ഭയങ്കര പണിയായിരിക്കും. നടുവും കഴിച്ച് കാലും കഴിച്ച് എൻ്റെ ദൈവമേ, കുറേ സമയമെടുക്കും ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട്. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, ഇവരെന്താ ഒന്ന് വലുതാകാത്തതെന്ന് നമ്മളെല്ലാവരും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സങ്കടവും പരിഭവവും പരാതിയും എല്ലാത്തിനും ഒരു പരിഹാരം ഇപ്പം ആയിട്ടുണ്ട്. ആ കുഞ്ഞു മത്തികൾ ഇതാ വലിയ മത്തികളായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും. ഇനി എത്ര രൂപയാണെന്ന് പറഞ്ഞാലും ആരും ഒന്ന് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ള മത്തികളുടെ വയറിൽ മുഴുവനും പരിഞ്ഞിലും നെയ്യും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ നെയ്യിൻ്റെ മണം കേൾക്കണമെങ്കിൽ മത്തി പൊരിക്കണം കേട്ടോ. അടുക്കള മുഴുവനും മത്തിയുടെ മണമായിരിക്കും. എത്ര വിശപ്പില്ല എന്ന് പറഞ്ഞാലും ചോറ് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ ഈ മത്തി പൊരിച്ചതും കൂട്ടി ചോറ് കഴിച്ചു പോകും കേട്ടോ. ഈ മത്തി കൊണ്ടുവന്ന് ചട്ടിയിൽ ഇട്ടപ്പോൾ തന്നെ എനിക്ക് കഴുകാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. ഇത് കയ്യിലെടുക്കാനും കഴുകാനും എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി ഇപ്പോഴും. അങ്ങനെ നമ്മൾ മത്തിയൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ മത്തിയുടെ വയറിനകത്തെ ആ കറുത്ത ആ പാടില്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞെങ്കിലല്ലേ കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു മത്തിക്കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. മുറ്റത്ത് കുറച്ച് മാങ്ങയൊക്കെ നിൽപ്പുണ്ട്, അതൊക്കെ പറിച്ചിട്ട് നമുക്കൊരു കറിയൊക്കെ ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തിനൊടുവിൽ, അന്നത്തെ കണക്ക് അത്ര സമയമൊന്നും എടുത്തില്ല കേട്ടോ, നമ്മൾ മത്തിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഓടിപ്പോയി മുറ്റത്ത് നിന്നൊരു മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കല്ലിപ്പിട്ടു, അരപ്പൊക്കെ കലക്കി ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ കറിവേപ്പിലയും ഇട്ടു. ഗ്യാസ് കത്തിക്കാതെ ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് കത്തിക്കാനായിട്ട് പോയത്. അപ്പോൾ കുറേ സമയമൊക്കെ ഗ്യാസ് മേലിരുന്ന് നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ മത്തിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മത്തി പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ എല്ലാത്തിലും ഒടുവിൽ ചോറും മത്തി പൊരിച്ചതും എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മുടെ മീൻ ചട്ടി കൂടി അടുപ്പത്തല്ല അടുത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ആവശ്യത്തിലധികം മീനും ചാറും ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി എടുക്കാൻ വയ്യ കേട്ടോ. ഇത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ സന്തോഷമായിട്ടിരുന്ന് കഴിക്കണ്ടേ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ അത്താഴം. ഇഷ്ടമായോ? ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.